Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ പതറാതെ തളരാതെ നിൽക്കുവാൻ ഈ പകലിലും സർവശക്തനായ ദൈവത്തിന്റെ കൃപ ആമേൻ അതെ അനുഭവിച്ചവർ സന്തോഷത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർ ആദരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതം കണ്ടവർ ഈ സന്ധ്യയുടെ യാമം കാണുവാൻ കഴിയാതെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആമേൻ ആയിരിക്കുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് പകലിലും ആമേൻ നമ്മെ പിടിച്ചു നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് താങ്ങായി തണലായി കൂടെയിരുന്ന് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ആമേൻ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ആമേൻ. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ, വചനം പ്രഘോഷിപ്പാൻ അടിയനെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പൂഴ്ചയും അർപ്പിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ദൈവവചനം ശ്രവിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ആമേൻ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യക്തി ജീവിതങ്ങൾ അനുഭവിച്ചറിയുവാൻ ആമേൻ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് ജില്ലയിലായിരുന്നാലും ആമേൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ദൈവശക്തിയായി വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന് തിരുവചനത്തിൽ അന്ന് ഞങ്ങൾ പഠിപ്പിക്കും പോലെ നേരോടെ നടക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായി അതിശയകരമായി അവിടെ നടത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം കൂടിയിരിക്കണം, ശുശ്രൂഷിപ്പാനടിയെ ശക്തിയിരിക്കണം. ആമേൻ. വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാലവും ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഫേസ്ബുക്ക് ആമേൻ ഫ്രണ്ട്സ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അവരുടെ കുടുംബങ്ങളെ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങളെ, ജീവിത പങ്കാളികൾ, തലമുറകൾ, അവരുടെ സമസ്ത മേഖലകൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് പകലിലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ആ ലൈവിൽ ആമേൻ ഓരോ ദിവസവും ആമേൻ അതെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. ആമേൻ. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ഇന്ന് രാത്രി ദൈവം നൽകിയ വചനം ഒരുമിച്ച് ഷെയർ ചെയ്ത് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് കൂട്ടായ്മ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ആമേൻ. മനസ്സുള്ളവർ, ഹല്ലേലൂയ, സന്തോഷമുള്ളവർ, ആമേൻ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം. മാനവരാശി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേകരും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള വചനം, ഹല്ലേലൂയ, വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരു ഷെയർ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു വ്യക്തി ആമേൻ വിടുതൽ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒരു കുടുംബം ആമേൻ യേശുവിനെ അറിയുവാനിടയാകുക. അതുകൊണ്ട് ആമേൻ, നിങ്ങൾ സന്തോഷമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമുക്കൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കാഹളം കാതുകേളി കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി. കാഹളം കാതുകേളി കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി. യേശുദാനായോടിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുദാനായോടിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ലാതെ അനുദിനം നിലവിളി പഴമുയരുകയായി ധരണി തന്നെ. സമാധാനമില്ലാതെ അനുദിനം നിലവിളി പഴമുയരുകയായി ധരണി തന്നെ. ദൈവത്തിൻ പൈതങ്ങൾ കാനന്ദ ധരണിയിൽ ക്ലേശിപ്പാൻ ദേവാദേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾ കാനന്ദ ധരണിയിൽ ക്ലേശിപ്പാൻ ദേവാദേശം സാധ്യമല്ല. അകലം കാതുകേളി കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി. ജയിച്ചു പ്രവൃത്തി ചെയ്തു അയച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചു ഉയരത്തിൽ പോയി. ജയിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചു ഉയരത്തിൽ പോയി. പാപവും താപവും നീക്കി താൻ ജയം നൽകി പാപികൾക്കവൻ നിത്യ ശാന്തി നൽകി. പാപവും താപവും നീക്കി താൻ ജയം നൽകി പാപികൾക്കവൻ നിത്യ ശാന്തി നൽകി. ആമേൻ. കാകേളം കാതുകേളി കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി ദൈവദൂതൻ പൊൻവീണകൾ കേട്ടിടാനായി. പാടുവിൻ നവഗാനം അറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യം ആസന്നമായി മനം തിരിവിൻ. പാടുവിൻ നവഗാനം അറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യം ആസന്നമായി മനം തിരിവാൻ. യെരിഹോവിൻ വാതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ. കാഹളം മുഴക്കിടാൻ ദൈവജനമേ. യെരിഹോവിൻ വാതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ. കാഹളം മുഴക്കിടാൻ ദൈവജനമേ. കാഹളം കാതുകേളി
നമ്മെ വിട്ടു പായുകയാ. യേശുദാരുണിയ വായ്ത്തം തീരാവരാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. കാലേലം പാലുകളെ തേടിടാനായി ദൈവദൂത പൊൻവീണകൾ മീട്ടിടാനായി ദൈവദൂത പൊൻവീണകൾ മീട്ടിടാനായി. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് മുമ്പ് ആമേൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിലും ആമേൻ അനുഭവിപ്പാൻ തക്കവണ്ണം ആമേൻ കൃപ ലഭിച്ചവർ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ആമേൻ അവൻ വരുന്നതിന് മുമ്പുള്ള തിരുവചനം ആമേൻ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത വചനത്തിന്റെ ആമേൻ അതേ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരം ഭാഗ്യകരമായി കരുതുന്നവർ വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യമാണ് ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതാണ്ട് 5-6 മാസമായി തുടർമാനമായി എല്ലാ ദിവസവും ആമേൻ ലൈവിൽ കർത്താവിന്റെ വചനം പ്രഘോഷിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയന് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ശ്രോതാക്കൾ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സമയം ചെലവഴിക്കുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. ആമേൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രവചനങ്ങളിൽ നിങ്ങൾ ഉറങ്ങുകയാണോ എന്നുള്ള ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്താ ചോദ്യം? പ്രവചനങ്ങളിൽ നിങ്ങൾ ഉറങ്ങുകയാണോ? എന്താ പ്രവചനം? പ്രവചനം കേട്ട് ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലാണോ? ഹല്ലേലൂയ. വായിക്കാം. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ആമേൻ. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ആമേൻ. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ ആത്മീയ ശുശ്രൂഷ കാലയളവിൽ കർത്താവിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെടുവാൻ ആഴമേറിയ സമർപ്പണത്തിലേക്ക് മിഷനറി യാത്രയിൽ കൈവടിച്ചുയർത്തിക്കൊണ്ടുവന്ന തിമോഥെയോസിനോട് ആത്മാവിൽ നിറഞ്ഞ് ആത്മനിയോഗത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൂത് കൈമാറുകയാണ്. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം നാളുകൾക്കപ്പുറം കാലങ്ങൾക്കപ്പുറം തിമോഥെയോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനം ഹല്ലേലൂയ ആമേൻ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാതെ കണ്ട് തിമോഥെയോസിനെ ആമേൻ ആ പ്രവചനത്തിന്റെ നിവൃത്തിയിലേക്ക് എത്തിക്കാതിരിക്കുവാൻ പതിയിരുന്ന് തെറ്റിച്ച് ദൈവിക പ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാരം കൊണ്ട് നിറഞ്ഞ ലോകത്ത് തിമോഥെയോസ് ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണുവാൻ തക്കവണ്ണം എങ്ങനെ ജീവിക്കണമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യുക. ഹല്ലേലൂയ. കേട്ടെ, പ്രവചനം
ഭൂതം, ഭാവി, വർത്തമാനം. ഹല്ലേലൂയ. ഇന്നലെ കഴിഞ്ഞു പോയതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കേണ്ടതുമായ കാര്യങ്ങളാണ് പ്രവചനം എന്ന് പറയുന്നത്. ഇവിടെ ഇതാ തിമോത്തിയോസിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനം നിറവേറണമെങ്കിൽ പ്രവചനം കേട്ട തിമോത്തിയോസ് ഉറങ്ങി ആമേൻ സമയം അതേ നഷ്ടമാക്കാതെ ഹല്ലേലൂയ അതേ നല്ല യുദ്ധ സേവ ചെയ്യുവാൻ തക്കവണ്ണം പ്രബോധിപ്പിക്കുകയാ. കാരണം ആമേൻ തിമോത്തിയോസ് കേട്ട പ്രവചനം ആമേൻ നിറവേറാതിരിക്കുവാൻ, അവനെ തെറ്റിച്ചു കളയുവാൻ, അവനെ ഒതുക്കുവാൻ, അവനെ ആമേൻ അതെ മുൻപോട്ട് വിടാതെ ആമേൻ അതെ പലതിലും കുടുക്കുവാൻ, അതെ യൗവനക്കാരനായിരിക്കുന്ന തിമോത്തിയോസിനെ ആഴമേറിയ സമർപ്പണത്തിൽ ആമേൻ പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവനെ ആ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കുവാൻ ആമേൻ അവന്റെ അതെ മനസാക്ഷിയിലും അവന്റെ വിശ്വാസത്തിലും പിശാച് ആമേൻ പ്രവർത്തിക്കാതിരിക്കുവാൻ ആമേൻ പ്രവചനം കേട്ട തിമോത്തിയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, അവൻ നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോ പോർക്കളത്തിൽ ആമേൻ പട്ടുപോകുന്ന അനേകരെ പോലെ പ്രവചനം കേട്ട് നീ പാതി വഴിയിൽ നിലച്ചു പോകാതിരിപ്പാൻ, പട്ടുപോകാതിരിപ്പാൻ, നിനക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന അതേ യുദ്ധ സന്നദ്ധമായി നിൽക്കുന്ന ആമേൻ പോർക്കളത്തിൽ നീ പട്ടുപോകാതിരിക്കുവാൻ, ഒന്ന് നീ വിശ്വാസമുള്ളവനായിരിക്കണം, രണ്ട് നീ നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ഇത് രണ്ടും മാത്രം പോരാ, ആമേൻ നീ അനുസരിക്കുന്നവനായിരിക്കണം. ആമേൻ ഇന്ന് രാത്രി വചനം കേട്ട് നീ വിശ്വസിക്കുന്നത് നല്ലതാ, ആമേൻ നല്ല മനസാക്ഷി നല്ലതാ, പക്ഷേ അനുസരിക്കണം. ആമേൻ എങ്കിൽ മാത്രമേ കേട്ട വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ അതെ തന്റെ നിജപുത്രനായ ആമേൻ തിമോത്തിയോസിനോട് ആമേൻ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപയോഗിച്ചത്? ആമേൻ അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: ചില നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ആമേൻ. എന്തുകൊണ്ടാണ് അനേകരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകുവാൻ കാരണമാകുന്നത്? എന്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ച പലരും പാതി വഴിയിൽ നിലച്ചു പോകുവാൻ കാരണം? അതേ പൗലോസ്ലീഹ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന അതേ ആ ശുശ്രൂഷ സമയത്ത് ആമേൻ തിമോത്തിയോസിനോട് പറയുകയാണ്, ആമേൻ അനേകര് ആമേൻ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. അതുപോലെ നീയും തകർന്നു പോകാതിരിക്കുവാൻ പ്രവചനം കേട്ട നീ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് വിശ്വാസവും ആമേൻ നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യണം. ഹല്ലേലൂയ. അലസന്മാരായി, മടിയന്മാരായി, അതേ ദൂതുണ്ട്, വാഗ്ദത്തമുണ്ട്, ആമേൻ അത് ദൈവം നിർവർത്തിച്ചോളും എന്ന് പറഞ്ഞിരിക്കാതെ അതിന്റെ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, ആ പ്രവചനത്തിന്റെ നിവൃത്തിപഥത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം പ്രവചനം കേട്ട തിമോത്തിയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് പ്രബോധിപ്പിക്കുകയാണ്. പ്രവചനം നല്ലതാ, പ്രവചനം കേട്ടത് നല്ലതാ, പക്ഷേ ആ പ്രവചനം നിന്നിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് വിശ്വാസം വേണം. രണ്ട്, നല്ല മനസാക്ഷി വേണം. മൂന്ന്, നീ അനുസരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നാല്, യുദ്ധ സേവ ചെയ്യണം. ആമേൻ. പോർക്കളത്തിലാണ് ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. ഏത് കൂട്ടത്തിൽ? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൈവ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വിഷയം അതല്ല. ആമേൻ. എന്താ വിഷയം? പ്രവചനങ്ങളിൽ നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞാൽ, ഏതോ സമയത്ത് ആമേൻ ദൈവം തന്റെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച പ്രവചനത്തിന്റെ നിവൃത്തിപഥത്തിലേക്ക് എത്തുവാൻ ഉറങ്ങിയാൽ ഒക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ടെന്ന്, വാഗ്ദത്തമുള്ള നീ ഉറങ്ങിയാൽ ഒക്കത്തില്ല, ഉണരേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്തിൽ ഉണരേണ്ടിയിരിക്കുന്നു. ആമേൻ. നല്ല മനസാക്ഷി ഉള്ളവനായി അതേ ഉണരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നല്ല യുദ്ധ സേവ ചെയ്യുവാൻ ഉണരേണ്ടിയിരിക്കുന്നു.
പ്രൈസല്ലോ. ആമേൻ. തിമോത്തിയോസേ പുത്ര, നിനക്ക് മുമ്പുണ്ടായിരുന്ന ആ പ്രവചനം അനുസരിച്ച് ഞാൻ നിന്നോട് ഈ കൽപ്പന നടത്തുകയാ. നീ അവരോടുകൂടെ നല്ല യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ പട്ടുപോയ അനേകരെ പോലെ പട്ടുപോകാതിരിപ്പാൻ ആമേൻ നീ വിശ്വാസമുള്ളവനായി, നല്ല മനസാക്ഷിയുള്ളവനായി, അനുസരണമുള്ളവനായി യുദ്ധ സേവ ചെയ്യുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ വാഗ്ദത്തം കേട്ട നീ, പ്രവചനം കേട്ട നീ അതിന്റെ നിവൃത്തിപഥത്തിലേക്ക് എത്തത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യവനക്കാരി, ആമേൻ, അതേ അഭിഷേകനെ, ഹല്ലേലൂയ, വാഗ്ദത്തം നാളുകളായി കേട്ട് അതിന്റെ ആമേൻ പൂർത്തീകരണം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആരായാലും ആമേൻ അലസന്മാരായി ഇരുന്നൂടാ, മടിയന്മാരായി ഇരുന്നൂടാ, ഉറങ്ങി സമയം പോക്കിക്കൂടാ, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. എന്താ പ്രവചനം? റോമാലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ഓരോരുത്തരും ഗ്രഹിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, ഹല്ലേലൂയ, വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ആമേൻ, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പൊ പ്രവചനം എങ്ങനെ ആയിരിക്കണം? അത് വിശ്വാസത്തിനൊത്തവണ്ണമായിരിക്കണം. അതുകൊണ്ടാ തിമോത്തിയോസിനോട് പറഞ്ഞത്, തിമോത്തിയോസേ, നീ കേട്ട പ്രവചനം നിന്നിൽ നിറവേറാൻ വേണ്ടി, ഹല്ലേലൂയ, ഒന്നാമത് വിശ്വാസമുള്ളവനായിരിക്കണം. ആമേൻ. പ്രവചനം കേട്ടാൽ അത് വിശ്വസിക്കാൻ കൊള്ളുന്നതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ല പ്രവചനം. ആമേൻ. ഹല്ലേലൂയ. പ്രവചനം വിശ്വസിക്കുവാൻ കൊള്ളുന്നതായിരിക്കണം. ആമേൻ. തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, നീ കേട്ട പ്രവചനം നിന്നിൽ നിറവേറുവാൻ തക്കവണ്ണം അതെ വിശ്വസിക്കണം. എന്ത്? കേട്ട പ്രവചനം വിശ്വസിക്കുവാൻ കൊള്ളുന്നതാണെങ്കിൽ വിശ്വസിക്കണം. അത് നിന്നിൽ നിറവേറുവാൻ നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നീ അനുസരിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നീ നല്ല യുദ്ധ സേവ ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെയും നിയമിക്കുകയും പിന്നെ വീരപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയ്ക്കകത്ത്, ഹല്ലേലൂയ, ആമേൻ, ഒന്നാമത് ആരാണ്? അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു. അപ്പൊ 3 ആമേൻ നിലകളിലുള്ള ശുശ്രൂഷയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന് അപ്പോസ്തലൻ. ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ എനിക്ക് വളരെ സുപരിചിതമായ ആമേൻ ഒരു സഹോദരൻ, ഹല്ലേലൂയ, ഞാൻ ശുശ്രൂഷ കാലയളവിൽ പ്രാരംഭ സമയത്ത് ആയിരിക്കുമ്പോൾ ആമേൻ എന്നെ വളരെ അടുത്തറിയുന്ന ആമേൻ ഒരു മാതാവിന്റെ റിലേഷനിൽപ്പെട്ട ഒരാള് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വന്ന് ദൈവവചനമൊക്കെ പഠിക്കണം, അതിന് താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ദൈവവചനം പഠിക്കാനായി കടന്നുപോയി. ആമേൻ. കാലങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം ഞാൻ ശുശ്രൂഷിക്കുന്ന അതേ സ്ഥലത്ത് ആമേൻ ഒരു റൂം വാടകയ്ക്കെടുത്ത് ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തു. സന്തോഷം, നല്ല കാര്യം. അങ്ങനെ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആമേൻ ശുശ്രൂഷിക്കാൻ ആമേൻ എൻ്റെ ഒരു ഫ്രണ്ട്സും അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്സുമായ മനുഷ്യൻ ആമേൻ അവരുടെ സഭയിൽ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. ആ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ട്. അപ്പോൾ അവിടെ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഇരുന്ന ആമേൻ പലരും കുനിഞ്ഞിരുന്ന് ചിരിച്ചു. ആ കൂട്ടത്തിൽ ഞാനും ചിരിച്ചു. ആമേൻ. അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറയുക, അപ്പോൾ സ്ഥലത്തുള്ളവനാണ്
അപ്പോസ്തലൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി വചനം ഹല്ലേലൂയ ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലൻ എന്ന വാക്കിനർത്ഥം ആമേൻ ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന. ആമേൻ. എന്നാൽ അപ്പോൾ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് അവിടെ കൂടിയിരിക്കുന്നവരുടെ ആമേൻ നടുവിൽ ആമേൻ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ പലരും തല കുമ്പിട്ടിരുന്ന് ചിരിച്ചു. ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാൻ കാരണം ആമേൻ ദൈവവചനം ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ആമേൻ എത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറഞ്ഞത് പ്രവചനം നല്ലതാണ്. ഹല്ലേലൂയ. ആ പ്രവചനം നിറവേറി കാണണമെങ്കിൽ ഒന്ന് വിശ്വാസം വേണം, രണ്ട് ആമേൻ അതെ നല്ല മനസാക്ഷി വേണം, ആമേൻ മൂന്ന് ആമേൻ അനുസരണം വേണം, നാല് ആമേൻ നല്ല യുദ്ധ സേവ ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനം അതെ നിറവേറുവാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഹല്ലേലൂയ. വാഗ്ദത്തം നിറവേറി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണോ താങ്കൾ? അങ്ങനെയെങ്കിൽ ഒന്ന് നിന്റെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ചുവടുകൾ വെക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. രണ്ട് നല്ല മനസാക്ഷി. ആമേൻ. മൂന്ന് ആമേൻ അനുസരണം. ആമേൻ ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറാകണം. ആമേൻ നല്ല യുദ്ധ സേവ ചെയ്യുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവരിലൂടെ മാത്രമേ പ്രവചനം നിറവേറത്തുള്ളൂ. ഹല്ലേലൂയ. അവരിലൂടെ മാത്രമേ അവർ കേട്ട വാഗ്ദത്തം ആമേൻ അതെ പൂർത്തീകരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കുക, ദൈവം സഭയിൽ ഒന്നാമത് ആക്കി വെച്ചത് ആരെയാണ്? അപ്പോസ്തലന്മാരെയാണ്. ആമേൻ. ഒരു അപ്പോസ്തലിക ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തല ശുശ്രൂഷകൻ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം. ആമേൻ. 1, 2, 3, 4. ആമേൻ. എത്ര ശുശ്രൂഷയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അതെ 5 വിധ ശുശ്രൂഷകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതിലേതെങ്കിലും ശുശ്രൂഷ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ ആമേൻ വിശ്വസ്തരായി നല്ല മനസാക്ഷിക്കുടമയായി വിശ്വാസം ഉള്ളവരായി ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ, യുദ്ധ സേവ ചെയ്യുവാൻ, പോർക്കളത്തിൽ പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ യൗവനക്കാരനായ തിമോഥെയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞ് പ്രബോധിപ്പിക്കുന്നു. മകനെ തിമോഥെയോസേ, ഹല്ലേലൂയ. ആമേൻ. നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം, വിശ്വാസമുള്ളവനായിരിക്കണം, അനുസരണമുള്ളവനായിരിക്കണം, യുദ്ധ സേവ ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ശബ്ദമായി, മുഖം നോക്കാതെ ഹല്ലേലൂയ പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. പ്രവചനം കാശുണ്ടാക്കാനുള്ള ആമേൻ മാധ്യമമല്ല. ആമേൻ. പ്രവചനം പറഞ്ഞ് കാശ് മേടിക്കാൻ ഹല്ലേലൂയ കിട്ടുമെങ്കിൽ മേടിച്ചോ. ആമേൻ. പ്രവചിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ആത്മീയ വർധനയ്ക്ക്. ഹല്ലേലൂയ. പ്രവചനം കേൾക്കുന്നിടത്ത്, പ്രവചനം പറയുന്നിടത്ത് ആമേൻ അത് കേൾക്കുന്നവരിൽ ആത്മീയ വർധനവുണ്ടാകണം. എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവന്റെ പാപത്തെ ചൂണ്ടി ആമേൻ അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാകണം പ്രവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കുവാനുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവചനം. ആമേൻ. ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ തിമോഥെയോസിനോട് ഓർപ്പിച്ചതുപോലെ, തിമോഥെയോസേ, മുമ്പുണ്ടായിരുന്ന പ്രവചനമനുസരിച്ച് ഞാൻ നിന്നോട് ഈ കൽപ്പന നടത്തുന്നു, നീ അവരുടെ കൂടെ നല്ല യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. എങ്ങനെ?
നല്ല മനസാക്ഷിയുള്ളവനായി, വിശ്വാസമുള്ളവനായി, അനുസരണമുള്ളവനായി, പോർക്കളത്തിൽ പട്ടുപോകാതിരിക്കുവാൻ നല്ല യുദ്ധം ആമേൻ അതെ ചെയ്യുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ ആമേൻ. അപ്പോൾ പ്രവചനം ആമേൻ എന്തിനാണ്? ആത്മീയവർദ്ധനവിന് വേണ്ടിയാ. ഹല്ലേലൂയ. പ്രബോധനത്തിന് വേണ്ടിയാ, ആശ്വാസത്തിന് വേണ്ടിയാ. ആമേൻ. പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. ആരുടെ നാവായി? ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി. ഹല്ലേലൂയ. ദൈവം തിമോഥെയോസിനെ തന്റെ അതേ സേവനത്തിലേക്ക് വിളിച്ചപ്പോൾ, തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ തിമോഥെയോസിനെ ദൈവം വിളിച്ചപ്പോൾ, ദൈവത്തിന്റെ വിളി മനസ്സിലാക്കാനും അതെ സംസാരിക്കുവാനും പൗലോസിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകനെ ഹല്ലേലൂയ അവൻ അതെ പ്രാപ്തനാക്കി, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ദൈവത്തിന്റെ അതേ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ തിമോഥെയോസിനെ വിളിച്ചപ്പോൾ, ഒന്നെങ്കിൽ പൗലോസിനെ ദൈവം തന്റെ പ്രവചന ശബ്ദം കേൾപ്പിച്ച് തിമോഥെയോസിനെ ഇറക്കുവാൻ തക്കവണ്ണമിടയായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഉന്നതമായി വിളികെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന അഭിഷക്തനെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്നെയും ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിളിച്ചത് അഭിഷക്തന്മാരിലൂടെ ആയിരിക്കാം. ആരിലൂടെ ആകട്ടെ, ഇന്ന് രാത്രി ഇറങ്ങിത്തിരിച്ച് പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വാസമുള്ളവനായി, അതെ നല്ല മനസ്സാക്ഷിയുള്ളവനായി, ദൈവവചനം അനുസരിക്കുന്നവനായി, നല്ല യുദ്ധ സേവ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് നീ എങ്കിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ചുരുക്കം പ്രവചനം കേട്ട്, വാഗ്ദത്തം കേട്ട് ഉറങ്ങരുത്. ആമേൻ. അതെ, അലസനായിരിക്കരുത്, മടിയനായിരിക്കരുത്. അയ്യോ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ചില തലമുറകൾ അങ്ങനെയാ. ദൈവം എന്നോട് അന്ന് പറഞ്ഞു, ആ കഴിഞ്ഞ ആഴ്ച ദൈവം എന്നോട് പറഞ്ഞു എന്ന് ആമേൻ ഉറപ്പുണ്ടെങ്കിൽ, തിമോഥെയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത്, മോനെ, നീ കേട്ടത് സത്യമെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നീ അലസനായിരിക്കരുത്, മടിയനായിരിക്കരുത്, നല്ല യുദ്ധ സേവ ചെയ്യുവാൻ തയ്യാറാകണം. കാരണം നീ ഈ പോർക്കളത്തിൽ അനേകര് പട്ടുപോയി. എങ്ങനെയാ? അവരുടെ ആമേൻ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ആമേൻ. ചിലരുടെ പേരെടുത്ത് പറഞ്ഞു. ഇന്ന് രാത്രി ചുറ്റും നോക്കിക്കേ, എത്ര പേർ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം നിനക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചനം നൽകിയിട്ടുണ്ടെങ്കിൽ, ആമേൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അത് എത്തണമെങ്കിൽ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ആമേൻ. അതെ, നല്ല ആമേൻ യുദ്ധ സേവ ചെയ്യുവാനുള്ള ആമേൻ മനോഭാവം ഉണ്ടായിരിക്കണം. അലസത മാറുക, മടി മാറ്റുക. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ആരാധിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാകുക, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക, ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാകുക. നീ കേട്ട പ്രവചനം നിന്നിലൂടെ നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. നിന്നെ കേൾപ്പിച്ച വാഗ്ദത്തം നിന്നിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ പ്രവർത്തനത്തിലൂടെ അത് ദൈവനാമ മഹത്വമായി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായി, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെ ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നോക്കണേ, ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നിഗർ എന്ന പേരുള്ള ശിമോൻ, ആമേൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായോ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ സദസ്സിൽ, അങ്ങനെയുള്ള ആ ഗ്രൂപ്പിൽ, അങ്ങനെയുള്ള ആ സഭയിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ
അപ്പൊ കർത്താവിനെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോ ആരാധിക്കുന്നവരോടും അതെ ഉപവസിക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. ആമേൻ. വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അതെ ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിപ്പാൻ ആത്മാവ് ഇടപെട്ടു. ഇന്ന് രാത്രി വിളികൾ ഇറങ്ങി തിരിച്ച ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആരാധിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തക്കവണ്ണമിടയായി തീരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതെ ചില വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ. നിന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വാർതിരിച്ച നാളെ മുതൽ ഇന്ന് വരെ ആമേൻ തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും ആമേൻ നീ കേട്ട ആ വാഗ്ദത്തമില്ലേ, നീ കേട്ട പ്രവചനമില്ലേ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ തിമോഥെയോസിനോട് ഓർപ്പിച്ചതുപോലെ ആമേൻ നിന്റെ ജീവിതയാത്രയിൽ ആമേൻ അതെ അനേകര് ആ പോർക്കളത്തിൽ ഹല്ലേലൂയ അതെ വിശ്വാസ ആ യാത്രയിൽ ആമേൻ പടക് തകർന്നു പോയതുപോലെ ആ ദുർമനസാക്ഷി നിമിത്തം ഹല്ലേലൂയ ഏത് മനസാക്ഷി നിമിത്തം ദുർമനസാക്ഷി നിമിത്തം ഹല്ലേലൂയ ഇന്ന് രാത്രി നല്ല മനസാക്ഷിക്ക് ഉടമയായി വിശ്വാസമുള്ളവരായി ആമേൻ ഹല്ലേലൂയ അതെ അനുസരണമുള്ളവനായി നല്ല യുദ്ധസേവ ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നല്ല പോരാട്ടം നടത്തുന്നവർക്ക് മാത്രമേ ജയാളിയായി ആമേൻ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ തിമോഥെയോസിനോട് ആമേൻ താൻ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഇന്ന് രാത്രി വിശ്വാസ വീരന്മാർ പട്ടുപോയ പോർക്കളത്തിൽ തിമോഥെയോസിനോട് പറയുകയാണ് ആമേൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഹല്ലേലൂയ. അതുകൊണ്ട് അലസന്മാരായവർക്ക് മടിയന്മാരായവർക്ക് ദുർമാനസാക്ഷി ആമേൻ അനുസരണം കെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുന്ന പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തിമോഥെയോസിനോട് പറയുകയാണ് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും പോർ പൊരുതി അക്കരെ എത്താൻ ശ്രമിക്കരുതേ. ഹല്ലേലൂയ. ആരോടാ പോര് നോക്കുന്നത്? ഹല്ലേലൂയ. ആരോടാ പൊരുതുന്നത്? ഹല്ലേലൂയ. അതെ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇവിടെ വെട്ടിപ്പിടിച്ചു കൂട്ടാൻ നോക്കുന്ന വ്യഗ്രതയിൽ ആമേൻ പോർക്കളത്തിൽ പട്ടുപോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ദുർമനസാക്ഷി ഹല്ലേലൂയ ഹുമനിയോസും ആമേൻ അലക്സാണ്ടറും അക്കൂട്ടത്തിലുള്ളവരാ. ഹല്ലേലൂയ. അവരെ പോലെ നീ ആകരുതെന്ന്. ഹല്ലേലൂയ. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ സ്നേഹത്തോടെ അതെ തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഇന്ന് രാത്രി അപ്രത്യാശയുള്ളവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതെ ഇനി നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രവചനം അതെ തുച്ഛീകരിക്കരുത്. പ്രവചനം നല്ലതാ. പക്ഷേ അത് ദൈവത്തിന്റെ ശബ്ദമായി മനുഷ്യനോട് പറയുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം.
ഹല്ലേലൂയ. അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ആകരുത്. ഈ പ്രവചനം എന്തിനാണ്? ആമേൻ, ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ നാവായി മനുഷ്യനോട് സംസാരിക്കുന്നു. അതെന്തിനു വേണ്ടിയാ? ആത്മീയ വർധനവിന് വേണ്ടിയാ. ഹല്ലേലൂയ. ആമേൻ, ദൈവത്തോട് മനുഷ്യൻ അടുക്കുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. ആമേൻ, അതേ പ്രബോധനത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ, ആമേൻ. അതേ പൗലോസ് പറയുകയാണ്, നല്ല പോർ പൊരുതണം. ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നല്ല പോർ പൊരുതി, ഹല്ലേലൂയ, ഓട്ടം തികയ്ക്കുവാനും വിശ്വാസം കാത്ത് ആമേൻ ജീവിക്കുവാനും കഴിയത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? നിന്നോടുള്ള പ്രവചനം ദൈവം അത് കേൾപ്പിച്ച സമയത്ത് തന്നെ, നീ കേട്ടതുപോലെ തന്നെ അപ്പുറത്ത് നിന്നെ പരാജയപ്പെടുത്തുവാൻ നിൽക്കുന്ന പിശാചും കേട്ടു. ഹല്ലേലൂയ. നീ കേട്ട സമയം മുതൽ നിന്നോട് പോരാടാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, മോശയെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു, ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോശ ജനിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കിയപ്പോൾ തന്നെ, ആമേൻ, ജനനത്തിങ്കൽ തന്നെ പിശാച് അത് അറിഞ്ഞിട്ട്, ആമേൻ, അതേ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാൻ കൽപ്പന കൊടുത്തു. നോക്കണേ, ദൈവം തമ്പുരാൻ ഒരു മോശയെ അതേ പുറത്തെടുക്കുവാൻ പ്ലാനിട്ടപ്പോൾ ആ പ്ലാനിനെ മനസ്സിലാക്കി മോശയെ കൊന്നുകളയുവാൻ കൽപ്പന കൊടുത്തു. പക്ഷേ സമപ്രായത്തിലുള്ള പലരും മരണപ്പെട്ടു. ആ മരണം അനേക മാതാപിതാക്കൾക്ക് കണ്ണുനീരും ദുഃഖമായപ്പോൾ ദൈവത്തിന്റെ പ്രവചന ശബ്ദമായി, ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് ഫറവോന്റെ അതേ അധീനതയിൽ കിടക്കുന്ന ദൈവജനത്തെ പുറത്തെടുക്കുവാൻ ദൈവം കണ്ട അഭിഷക്തനെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ട രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി വലുതാക്കാനുള്ള ക്രമീകരണം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനം, ഹല്ലേലൂയ, അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തം അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പ്ലാൻ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ബുദ്ധിക്കും, ആമേൻ, ഒരു യുക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ഉന്നതമായി വിളി കേട്ട് ഇറങ്ങി തിരിച്ച അഭിഷക്തനെ, ആമേൻ, തിമോഥെയോസിനെ ഓർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. പോർക്കളത്തിൽ, ആമേൻ, അതെ ഹുമിനിയോസും, ആമേൻ, അതെ അലക്സാണ്ടറും, ആമേൻ, അതെ പരാജയപ്പെട്ടു പോയപ്പോൾ, ഹല്ലേലൂയ, ആ കൂട്ടത്തിൽ പരാജയപ്പെട്ടു പോകാതെ അതെ നല്ല യുദ്ധസേവ ചെയ്യുവാൻ, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസമുള്ളവനായി, ഹല്ലേലൂയ, നല്ല മനസാക്ഷിയുള്ളവനായി, ആമേൻ, അനുസരണമുള്ളവനായി അത് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നീ കേട്ട പ്രവചനം വൃഥാവാദത്തില്ല. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ചുവട് വെക്കുവാൻ, നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ ശക്തനായവനത്രേ നിന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. ഹല്ലേലൂയ. നിന്നെ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം സർവശക്തനും സർവ ജ്ഞാനിയും സർവവ്യാപിയുമാണല്ലോ. ഹല്ലേലൂയ. ആ അറിവുള്ളവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ആ കരമടിച്ചെന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ സൃഷ്ടാവും നല്ല പിതാവുമാണ്. ആര്? അത്യുന്നതനായ ദൈവം. അവൻ സർവശക്തനാണെന്നേ, അവൻ സർവജ്ഞാനിയാണെന്നേ, അവൻ സർവവ്യാപിയാണെന്നേ, അവൻ സകല മഹത്വത്തിന്, സകല പുകഴ്ചയ്ക്കും, സകല ആരാധനയ്ക്കും യോഗ്യനാണ്. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവെന്ന് കേൾക്കുമ്പോൾ കണ്ണുനീരിന്റെ പ്രവാചകനാണ്. ഹല്ലേലൂയ. ആ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ, പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം കാലാകാലങ്ങളായി വിളിച്ചു വർദ്ധിച്ചിരിക്കുന്ന
അഭിഷക്ത ഗണങ്ങളോട് ആമേൻ ദൈവം അതേ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ഉപദേഷ്ടാക്കന്മാരിലൂടെ, അഭിഷക്തന്മാരിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ദുഷ്ടലോകത്ത് അനേകരെ വിശ്വാസം വലിച്ചെറിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുമ്പോ, അനേകരുടെ വിശ്വാസ പടക്, വിശ്വാസ കപ്പല് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോ, ആമേൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആമേൻ കയറി വരുവാൻ അയോഗ്യരായിരുന്നവർക്ക് യോഗ്യത കൊടുത്ത് ഹല്ലേലൂയ ഉയർത്തിക്കൊണ്ട് വന്ന ദൈവം കൃപയാൽ അതേ അർഹതയില്ലായിരുന്ന എന്നെയും നിങ്ങളെയും അതേ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുന്നത് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആമേൻ ആ ഗണത്തിൽ ആകുവാനല്ല. ആമേൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനെന്ന് പറഞ്ഞ കർത്താവ് സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ഹല്ലേലൂയ നല്ല ഓർപ്പൊരുത് ഹല്ലേലൂയ അതെ ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം ഏറ്റുവാങ്ങുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം ഇന്ന് രാത്രി നീ കേട്ട പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, നീ കേട്ട വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് നിന്നെ നയിപ്പാൻ ശക്തനായവൻ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ അഭിഷക്ത പാത്രത്തിലൂടെയോ എന്ന് പറഞ്ഞാൽ ഈ മൺകൂടാരങ്ങളിൽ അത്രേ ആമേൻ ആ നിക്ഷേപം പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഇത് പൗലോസ്ലീഹയുടെ ഭാഷയാ. എന്നാൽ വചനം പറയുന്നു അഭിഷക്ത പാത്രങ്ങളിലൂടെയോ മനുഷ്യരിലൂടെയോ അവിടുന്ന് തന്റെ പദ്ധതികൾ മനുഷ്യർക്ക് അറിയിക്കുമ്പോൾ ആമേൻ അതിനെ പ്രവചനമെന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ എന്താ പ്രവചനമെന്ന്? ഹല്ലേലൂയ ആമേൻ അഭിഷക്ത പാത്രങ്ങളിലൂടെയോ മനുഷ്യരിലൂടെയോ ഹല്ലേലൂയ ആമേൻ ദൈവം ആമേൻ മാനവാത്രമാക്കി മെനഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ഹല്ലേലൂയ ആമേൻ അത് ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യരോട് അറിയിക്കുമ്പോൾ അതിനെ പ്രവചനമെന്ന് ബൈബിൾ ഭാഷയിൽ അതെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ വിശുദ്ധ ബൈബിളിൽ യെശയ്യാവ് ആമേൻ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ ദാവീദ് ഒരു പ്രവാചകന്റെ ഗണത്തിൽപ്പെട്ടവനാ. മോശ, യിരെമ്യാവ്, ആമേൻ ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു, പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു തുടങ്ങിയവരുടെ പ്രവചനങ്ങളെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകം സാക്ഷ്യം വഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഈ സാക്ഷ്യം വളരെ ശക്തമായി നിലനിൽക്കുന്ന സാക്ഷ്യമാണ്. പ്രവചനങ്ങളുടെ നിവൃത്തീകരണത്തിലേക്ക് ആമേൻ ഒരു മനുഷ്യനെ എത്തിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ദൈവം ആമേൻ അയച്ച് ഹല്ലേലൂയ അനുസരണവും വിശ്വാസവും ആമേൻ അതെ നിഷ്കളങ്കതയും ആമേൻ ഹല്ലേലൂയ ഉള്ള ഒരു മനുഷ്യനിലൂടെയാണ് ദൈവം അത് നിറവേറ്റുന്നത്. ഹല്ലേലൂയ ആമേൻ പ്രവചനങ്ങളുടെ ഒരു അദ്വിതീയ കാര്യം അവ സമയബന്ധിതമാണ്. ആമേൻ പ്രവചനം സ്വീകരിക്കുന്നതിൽ പ്രവചനത്തിന്റെ സ്വീകർത്താവിന് ഒരു പങ്കുണ്ട്. ഹല്ലേലൂയ കേൾക്കുന്ന പ്രവചനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിനകത്ത് എന്തുണ്ട്? പങ്കുണ്ട്. പ്രവചനം നല്ലതാ. പ്രവചനം കേട്ടിട്ട് തോന്നിയതുപോലെ ജീവിച്ചാൽ പ്രവചനം ഒരിക്കലും നിറവേറത്തില്ല. ഹല്ലേലൂയ പ്രവചനം കേട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതിനകത്തൊരു പങ്കുണ്ട്. ഹല്ലേലൂയ അത് നിറവേറി കാണണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നല്ല മനസാക്ഷി, വിശ്വാസം, അനുസരണം, ഹല്ലേലൂയ അലസത മാറ്റി ആ പ്രവചനം നിറവേറി കാണുവാൻ അതിനുവേണ്ടി ഞാനും നിങ്ങളും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? തിരുവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ ആമേൻ അതെ തന്റെ ജീവിതത്തെ കുറിച്ച് പ്രഖ്യാപിച്ച ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച് പ്രഖ്യാപിച്ച എല്ലാ പ്രവചനങ്ങളും ഫലവത്താക്കാൻ നല്ലൊരു യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ യുവ ആമേൻ അതെ ശുശ്രൂഷകനായിരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ യുവ പാസ്റ്ററായിരിക്കുന്ന തിമോഥെയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ ആവശ്യപ്പെടുകയാണ്. എന്താ ആവശ്യപ്പെട്ടത്? നീ കേട്ട പ്രവചനം നിന്നിൽ നിറവേറണമെങ്കിൽ നമ്പർ 1 വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. എങ്ങനെയുള്ള വിശ്വാസം? തികഞ്ഞ വിശ്വാസം. ഹല്ലേലൂയ നമ്പർ 2 എന്താണ്?
നല്ല മനസ്സാക്ഷി ഉള്ളവനായിരിക്കണം. തികഞ്ഞ മനസ്സാക്ഷി. ഹല്ലേലൂയ. 3, അനുസരണമുള്ളവനായിരിക്കണം. ആരെ? ദൈവത്തെ. അടുത്തത് നല്ല യുദ്ധ സേവ ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ഈ പ്രവചനങ്ങൾ, ഏത് പ്രവചനങ്ങൾ? എന്നെയും നിങ്ങളെയും ദൈവം കേൾപ്പിക്കുന്ന പ്രവചനങ്ങൾ. ഹല്ലേലൂയ. നാം കേൾക്കുമ്പോൾ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, പിശാചും കേൾക്കുന്നു. ഹല്ലേലൂയ. തിമോത്തിയോസിന് നല്ല പ്രവചനങ്ങൾ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ അത് നിറവേറാതിരിക്കുവാനായി, ഹല്ലേലൂയ, ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്താതിരിക്കുവാൻ അവന് അലസനായി, ഹല്ലേലൂയ, അപകർഷത മനോഭാവത്തെയും ദുഷ്ടചിന്തകളെയും, ഹല്ലേലൂയ, അവന്റെ അകത്ത് കുത്തിവെച്ച്, ആമേൻ, അവനെ ആ പ്രവചനത്തിലേക്ക് എത്തിക്കാതിരിക്കുവാൻ, ഹല്ലേലൂയ, അതെ, തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ, അതെ, പിശാച് എപ്പോഴും ശക്തനായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ മനസ്സിലാക്കി, ആമേൻ, തിമോത്തിയോസിനോട് പറയുക, നീ കേട്ട പ്രവചനം നിന്നിൽ നിറവേറുവാൻ തക്കവണ്ണം നീ, ആമേൻ, നല്ല മനസാക്ഷിയുള്ളവനായും വിശ്വാസമുള്ളവനായും അനുസരണമുള്ളവനായും യുദ്ധസേവ ചെയ്യുന്നവനായി ഊർജ്ജസ്വലതയുള്ളവനായി ഇരിക്കണമെന്ന് അവനോട് പറയുകയാണ്. ഇന്ന് രാത്രി പ്രവചനം കേട്ട തലമുറകളോട്, പ്രവചനം കേട്ട മാതാപിതാക്കളോട്, പ്രവചനം കേട്ട അഭിഷക്തന്മാരോട്, വാഗ്ദത്തമുള്ള എന്റെ കൂടപ്പറപ്പിനോട്, ഹല്ലേലൂയ, ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാണ്. ഉണർന്ന്, ആമേൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അനേകർ പോർക്കളത്തിൽ പട്ടുപോയി വഴുതി വീടുകൊണ്ടിരിക്കുകയാണ്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആരെ മിഴുങ്ങേണ്ടു അലറിക്കൊണ്ട് നടക്കുന്ന, ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അവന്റെ അതേ ശക്തിയെ പ്രബലപ്പെടുത്തി, ഹല്ലേലൂയ, കേട്ട ദൂത് നിറവേറാതിരിക്കുവാൻ, അത് കേട്ട വാഗ്ദത്തം സ്ഥാപിക്കാതിരിക്കുവാൻ അനേകർക്കെതിരെ പൊരുതി അതെ അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി, ഹല്ലേലൂയ, പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ അത് നിറയുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവവചനം, ആമേൻ, ശക്തിയോടെ അതെ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രിയരേ, ആമേൻ, പാസ്റ്ററിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും ഒരു നേതാവിലൂടെ ആയിരിക്കാം, സഹവിശ്വാസികളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം. ഹല്ലേലൂയ, ആമേൻ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച്, ഹല്ലേലൂയ, ഒരു പ്രവചന ശബ്ദം, ആമേൻ, ദൈവം കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ആ പ്രവചനം കേട്ട, ആ വാഗ്ദത്തമുള്ള ഞാനും നിങ്ങളും ഉറങ്ങുകയാണെങ്കിൽ, ഹല്ലേലൂയ, അലസന്മാരായി മടിയന്മാരായി സമയം ചെലവഴിക്കുകയാണെങ്കിൽ, ദുഷ്ടന്മാരുടെ കൂടെ കൂടി പാപികളുടെ വഴിയിൽ, ആമേൻ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ സമയം ചെലവഴിച്ചാൽ നീ കേട്ട വാഗ്ദത്തം ഒരിക്കലും നിറവേറത്തില്ല. ആമേൻ, നീ കേട്ട പ്രവചനം ഒരിക്കലും നിറവേറത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ, ആമേൻ, ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, നിങ്ങൾ കേട്ടിട്ടുള്ള, ആമേൻ, ആ പ്രവചനത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ എത്താതിരിക്കുവാൻ, ഹല്ലേലൂയ, പിശാചുക്കൾ, ആമേൻ, അതെ, പരിചിതമായ ആത്മാക്കളെയോ അല്ലെങ്കിൽ ഒരിക്കലും, ആമേൻ, അതെ, നിങ്ങളെ ആ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് എത്താതിരിക്കുവാൻ വചനം വായിക്കുമ്പോൾ ഉറക്കം കൊണ്ടുവന്ന്, ഹല്ലേലൂയ, അശ്രദ്ധ അല്ലെങ്കിൽ നിസാരമായ മനോഭാവം, ആമേൻ, നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്ന് പിശാചിന് നിങ്ങളുടെ അകത്ത് സ്വാധീനം ഉണ്ടാക്കി, ആമേൻ, നിങ്ങൾ കേട്ട ആ ആലോചന നിവൃത്തിയാകാതിരിക്കുവാൻ, നിങ്ങൾ കേട്ട ആ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളോ നിങ്ങളുടെ തലമുറയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അവൻ എത്താതിരിക്കുവാൻ ഉറക്കങ്ങൾ കൊണ്ടുവന്ന്, അലസത കൊണ്ടുവന്ന്, നിസാരമായ മനോഭാവം കൊണ്ടുവന്ന്, ആമേൻ, ഹല്ലേലൂയ, ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം പിശാച് പൊരുതുമ്പോൾ, ഹല്ലേലൂയ, അതിനെതിരെ പൊരുതി ജയിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ സർവായുധ വർഗം ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. പ്രവചനങ്ങളുടെ ഫലം നിങ്ങളും ഞാനും, ഹല്ലേലൂയ, സ്വീകരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതെ, അനുവദിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, എന്ന് പറഞ്ഞാൽ, ആമേൻ, പ്രവചനങ്ങളുടെ ഫലം എന്താ? പ്രവചനങ്ങളുടെ ഫലം അത് നാം സ്വീകരിക്കുകയാണെങ്കിൽ, അത് നാം അനുവദിക്കുകയാണെങ്കിൽ,
ഹല്ലേലൂയ. പിശാച് അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. അവൻ എനിക്കെതിരെ, നമുക്കെതിരെ, നമ്മുടെ ജീവിതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ആമേൻ, അവൻ യുദ്ധം ചെയ്യുവാൻ കടന്നു വരുമ്പോൾ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ, ഹല്ലേലൂയ, അതെ, നല്ല യുദ്ധ സേവ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും പൂർത്തീകരിക്കപ്പെടേണ്ട ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ, ആ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനാ റൂമിനകത്ത് മുഴങ്ങാൽ മടക്കുമ്പോൾ ആ പ്രവചനം നടക്കാതിരിക്കുവാൻ, ആ വാഗ്ദത്തം നിറവേറാതിരിക്കുവാൻ, ആമേൻ, നിന്റെ അകത്ത് ദുർമനസാക്ഷി കൊണ്ടുവന്ന്, അലസത കൊണ്ടുവന്ന്, ഉറക്കം കൊണ്ടുവന്ന്, മയക്കം കൊണ്ടുവന്ന് നിന്നെ ഒതുക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലത്തിനോട് ആ പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുവാൻ ഒരു ഭക്തനെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറഞ്ഞത്, നല്ല വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനാ റൂമിനകത്ത് മുഴങ്ങാൽ മടക്കുന്ന സഹോദരി, സഹോദര, അഭിഷക്തരെ, മാതാവേ, പിതാവേ, ആരുമായിക്കൊട്ടെ, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അതേ പൂവണിയുന്നതിന് തടസ്സമായി, അത് നിറവേറുന്നതിന് തടസ്സമായി നിന്നെ അലസനാക്കി, മടിയനാക്കി ഒതുക്കുവാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഉതകുവാൻ തക്കവണ്ണം ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പിശുക്ക് കാണിക്കരുത്, ആരാധനയ്ക്ക് പിശുക്ക് കാണിക്കരുത്, വചന ധ്യാനത്തിന് പിശുക്ക് കാണിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഒരു അഭിഷേകം വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. അതിനുവേണ്ടി സമയം നീക്കിവെക്കുക. ഹല്ലേലൂയ. പ്രവചനങ്ങളുമായി ബന്ധമുള്ള എല്ലാവരോടും ആമേൻ, നിങ്ങൾക്ക് ഹല്ലേലൂയ, ആമേൻ, സന്തോഷകരമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ആമേൻ, സമയം പോരാ എങ്കിലും ഓടിച്ച് ഞാൻ പറയാം. ഹല്ലേലൂയ. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹസ്വേരോശിന്റെ മകനുമായ ദാരിയോവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. നോക്കിക്കേ, ദാനിയേൽ ഒരു ചെറിയ പ്രവാചകനാണ്, യിരെമ്യാവ് ഒരു വലിയ പ്രവാചകനാണ്. ഹല്ലേലൂയ. എന്നാൽ ആ കാലത്ത് രാജ്യം ഭരിക്കുന്ന ആമേൻ ദാരിയോവേശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ, ഹല്ലേലൂയ, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ, ഹല്ലേലൂയ, ആമേൻ, 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ദാനിയേൽ ഗ്രഹിക്കുകയാണ്. അപ്പോൾ അവനത് ഗ്രഹിച്ചപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോട് യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിനായി ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഹല്ലേലൂയ. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെ മാറിക്കിട്ടുവാൻ അതെ പ്രവാചകനിലൂടെ ഒരു ശബ്ദം കേട്ട് ഗ്രഹിച്ചപ്പോൾ പ്രവാസത്തിൽ കിടക്കുന്ന ദാനിയേൽ ചെയ്തത് ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോട് യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിനായി ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാനിയേൽ ഒരു പ്രവചന ശബ്ദം കേൾക്കുകയാ. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ മാറുമെന്ന്. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു പ്രവചനം ഞാൻ പറയാ. നിന്റെ ശൂന്യാവസ്ഥ മാറുവാൻ ദൈവം ആമേൻ ശക്തന മാറ്റുവാൻ, ആമേൻ, ഇടിഞ്ഞു കിടക്കുന്ന ആ ശൂന്യാവസ്ഥ, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ പ്രവാചകനായ യിരെമ്യാവിലൂടെ മാറുമെന്ന്, തീരുമെന്ന് കേട്ടപ്പോൾ അതെ അഭിഷക്തനായ തീരുമാനമെടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ആമേൻ ദൈവം ആക്കിവെച്ച ദാനിയേൽ അത് കേട്ടപ്പോ ഉറങ്ങിയെന്നല്ല, ഹല്ലേലൂയ, അവൻ അവിശ്വസ്തനല്ല, അവൻ തോന്നിയ പോലെ ജീവിച്ചെന്നല്ല, ദൈവവുമായി കണക്ഷനുള്ള പ്രവാസത്തിൽ കിടക്കുന്ന ദാനിയേൽ അപ്പോൾ
ഞാൻ ഉപവസിച്ചു. ഹല്ലേലൂയ. അതേ, ശൂന്യാവസ്ഥ മാറിക്കെട്ടുവാൻ സാധ്യതയുണ്ടെന്ന് യിരെമ്യാവിലൂടെ കേട്ട പ്രവചനം പൂർത്തീകരിക്കപ്പെടുവാൻ, നിറവേറുവാൻ അവൻ കേട്ടപ്പോൾ തന്നെ അത് ഉപവസിക്കുവാൻ, ഹല്ലേലൂയ, രട്ടുടുക്കുവാൻ, വെണ്ണീരിൽ ഇരിക്കുവാൻ, പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ അഭിഷേകിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം ധരിച്ച ഒരഭിഷക്തനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനുമായ മഹാനും ഭയങ്കരനും ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരോടും വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ഹല്ലേലൂയ. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുകയാ. ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്ക് ന്യായപാലനം നടത്തി വന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളി ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരൂശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിൽ കീഴിലെങ്ങും സംഭവിച്ചിട്ടുമില്ലല്ലോ. ഹല്ലേലൂയ. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്തിൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനമാണ് ഏറ്റവും വലിയ പ്രവചനം. ഹല്ലേലൂയ. അതെ, ദാനിയേൽ പ്രവാസത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദാനിയേൽ ആമേൻ, അതെ, ദാരിയാവേശ് രാജാവിന്റെ കാലഘട്ടത്തിൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം കേട്ട ആ ദൂത് നിവർത്തീകരിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് തിരിഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി യാഗിച്ചിരുന്നു, അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. ഞങ്ങളോ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. കർത്താവേ, നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ആമേൻ അയൽപക്കക്കാരെ നോക്കി, ആമേൻ മറ്റുള്ളവരെ നോക്കി അലസനായി മടിയനായി നീ കണ്ട പ്രവചനം നിറവേറാതിരിക്കുവാൻ പിശാച് ആമേൻ നിന്റെ മനസ്സിനെ കുരുടാക്കി, നിന്റെ ഹൃദയത്തെ കുരുടാക്കി, ആമേൻ നിന്റെ തീഷ്ണത നഷ്ടപ്പെടുത്തി ഉറക്കവും മയക്കവും കൊണ്ടുവന്ന് അവിശ്വാസം കുത്തിവെച്ച് ആമേൻ വചനം വായിക്കുമ്പോൾ ഉറക്കം കൊണ്ടുവന്ന് ആമേൻ നീ കേട്ട വാഗ്ദത്തം നിന്നിലൂടെ നിറവേറാതിരിക്കുവാൻ അവൻ പ്രവർത്തിക്കുമ്പോൾ നല്ല യുദ്ധസേവ ചെയ്ത് വിശ്വാസവീരനായി ഹല്ലേലൂയ ആമേൻ നല്ല മനസ്സാക്ഷിയുള്ളവനായി അതെ തുടരുവാൻ തിമോഥെയോസിനെ ആമേൻ ബുദ്ധി ഉപദേശിച്ചതുപോലെ ഇന്ന് രാത്രി പ്രവചനം കേട്ട വാഗ്ദത്തം കേട്ട അതെ ദാനിയേൽ ഉണർന്ന് ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായത് നിമിത്തം ഹല്ലേലൂയ ആമേൻ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാതനകളും കേട്ട്
ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. മക്കളെ പ്രേക്ഷിക്ക് വിടുന്ന കാര്യമല്ല. ആമേൻ. ഈ ആമേൻ ശൂന്യമായി കിടക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. യെരൂശലേം ശൂന്യമായി കിടക്കുന്ന അവസ്ഥ യിരെമ്യാ പ്രവാചകനിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അതേ ദാനിയേൽ ദൈവസന്നിധിയിൽ ഭക്ഷണം മാറ്റിവെച്ച് ശരീരത്തെ ദണ്ഡിപ്പിച്ച് ആമേൻ അവർ രാജ്യത്തിലുള്ള സകലരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാതനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദാനിയേലിനെ പോലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ അതേ തിമോഥെയോസിനെ ബുദ്ധി ഉപദേശിച്ച ആ പൗലോസ്ലീഹയോട് ഇടപെട്ട ദൈവം ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട മാതാവേ, പ്രവചനം കേട്ട പിതാവേ, സഹോദര സഹോദരി, അഭിഷക്തനെ, യൗവനക്കാരി, ആമേൻ, ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ സമയം ആമേൻ ആമേൻ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. ഹല്ലേലൂയ. കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട് ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോടടുത്ത് വന്നു. ഹല്ലേലൂയ. പ്രവചനം കേട്ട ദൈവവൈതലേ, വാഗ്ദത്തം കേട്ട ദൈവവൈതലേ, ഉറങ്ങി ടിവിയുടെ മുമ്പിൽ സമയം കളഞ്ഞ് നെറ്റിൽ കയറി സമയം കളഞ്ഞ് ആമേൻ ദുർമനസാക്ഷി കുടമയായി ആമേൻ ലോകപ്രകാരം ജീവിക്കുന്നവന്റെ അടുത്തല്ല ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നത്. പ്രവചനം കേട്ട് മുഴങ്കാൽ മടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ആമേൻ ദാനിയേലിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് മറുപടിയുമായി ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നതുപോലെ അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ, ഉപവസിക്കുന്ന നിന്റെ ജീവിതത്തിൽ, വിശ്വാസമുള്ള നിന്റെ ജീവിതത്തിൽ, ആമേൻ ദുർമനസാക്ഷി വിട്ടുമാറി നല്ല മനസാക്ഷി കൂടമയായി ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ആമേൻ. ദർശനമുണ്ട്, പ്രവചനമുണ്ട്, അരുളപ്പാടുണ്ട്, വാഗ്ദത്തമുണ്ട്. അലസനായി മടിയനായി ലോകപ്രകാരം ജീവിച്ച് വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ നീയും തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ആമേൻ. ഹുമനിയോസും ആമേൻ അതെ അലക്സാണ്ടറും ആമേൻ ദുർമനസാക്ഷി കുടമയായി അതെ ആമേൻ അവർ തകർന്നു പോയപ്പോൾ തകർന്നു പോകാതെ നല്ല പോർ പോരുത്, ഓട്ടം തികച്ച് നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ പാതി വഴിയിൽ അറക്കി വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഉപവസിച്ച ആമേൻ യിരെമ്യാ പ്രവാചകനിലൂടെ കേട്ട പ്രവചനത്തിന്റെ നിർവൃത്തീകരണത്തിലേക്ക് ദാനിയേൽ എത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് വൃഥാവായില്ലെന്ന്. എന്താ കേട്ടത്? നീ എന്റെ പ്രിയനാകയാ, നീ ഏറ്റവും പ്രിയനാകയാ, നിന്റെ യാതനകളുടെ ആരംഭത്തിക്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അതിക്രമത്തെ തടസ്സം ചെയ്ത പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിഴങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും.
62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടായിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:28. ആമേൻ. ഇതിനോട് ചേർത്ത് നമ്മളൊന്ന് വായിക്കാം. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ യാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ യാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ പൊളിച്ചു കളയുവാൻ, ഇടിപ്പാൻ, നശിപ്പിപ്പാൻ, കഷ്ടപ്പെടുത്തുവാൻ അവരുടെ മേൽ ഞാൻ യാഗരിച്ചിരുന്നത് പോലെ ആമേൻ അവരെ പണിവാനും അവരെ നടുവാനും അവരുടെ മേൽ യാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പാപം ചെയ്ത് ദൈവത്തോട് മറുതലിച്ച് ദൈവവചനത്തെ അനുസരിക്കാതെ പോകുന്നവരെയെല്ലാം ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യും? പൊളിക്കും, ഇടിക്കും, നശിപ്പിക്കും, കഷ്ടപ്പെടുത്തും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? അവരെ നടുവാൻ. ഹല്ലേലൂയ. അവരെ പണിവാൻ. ഹല്ലേലൂയ. അത് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പുതുക്കി പണിയുവാൻ അതേ ഏലിയാവ് ഒറ്റയ്ക്ക് തയ്യാറായപ്പോൾ ആമേൻ ആ യാഗപീഠത്തിൽ നിന്ന് തീയിറക്കി ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം യാഗരിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ സ്വർഗീയ പിതാവേ, പ്രവചനങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. എന്നെ കുറിച്ചുള്ള, എന്റെ ജീവിതങ്ങളെ കുറിച്ചുള്ള, എന്റെ ഭാവിയെ കുറിച്ചുള്ള, എന്റെ കൂടപ്പുറപ്പിനെ കുറിച്ച്, എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച്, എന്റെ തലമുറകളെ കുറിച്ച്, എന്റെ മാതാപിതാക്കളെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ച്, ആമേൻ എന്റെ രാജ്യത്തെ കുറിച്ച് ഹല്ലേലൂയ കേൾപ്പിച്ചിരിക്കുന്ന പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും നിറവേറത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ ആ ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിൽ കേൾക്കുന്ന സമയം തൊട്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാ, യാഗരിപ്പാ കർത്താവേ കൃപ നൽകിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ നിജപുത്രനായ തിമോത്തിയോസിനോട് ഓർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ആമേൻ ദൈവവചനം കേട്ട എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതിനായി നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ, നല്ല സേവ ചെയ്യുവാൻ, നല്ല വേല ചെയ്യുവാൻ, എല്ലാ ദിവസവും അതേ ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ ഓ കർത്താവേ കൃപ കൊടുത്താൽ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ അത് വിശ്വസിക്കുന്നതിലൂടെ വലിയ പ്രവൃത്തികൾ ചെയ്യാമെന്ന് ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽ ആമേൻ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിലൂടെ വിശ്വസിക്കുന്ന കർത്താവേ അതൊരു പ്രവചനമായി ഏറ്റെടുക്കുന്ന കർത്താവേ ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന്. ആ പ്രവചനം നിറവേറുവാൻ തക്കവണ്ണം ദൈവസന്നിധി നിഷ്കളങ്കരായി ഹല്ലേലൂയ നല്ല മനസാക്ഷിക്ക് ഉടമകളായി ഹല്ലേലൂയ വിശ്വാസവീരന്മാരായി ഹല്ലേലൂയ ജീവിക്കുവാൻ അങ്ങ് കൃപ നൽകിയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദി. ആമേൻ. പ്രവചനം കേട്ട, വാഗ്ദത്തങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് വരെ ഹല്ലേലൂയ നിലനിൽക്കുവാൻ നല്ല മനസാക്ഷിയുള്ളവരായി ഹല്ലേലൂയ വിശ്വാസമുള്ളവരായി ഹല്ലേലൂയ അതെ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി നല്ല യുദ്ധ സേവ ചെയ്യുന്നവരായി ഹല്ലേലൂയ ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുത്താൽ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടതുപോലെ ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹല്ലേലൂയ. ഹുമനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവേ, പ്രവചനം കേട്ട ഞങ്ങൾ ഉണർന്ന് ആമേൻ ദാനിയേലിനെ പോലെ പ്രാർത്ഥിപ്പാൻ, കർത്താവെ ഉപവസിക്കുവാൻ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അങ്ങയുടെ നാമം ചൊല്ലി
പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. വിവിധ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നവരുടെ മേൽ വിടുതലായിരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഒരു വിശാലതയ്ക്ക് വേണ്ടി, ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി, ഒരു മുന്നേറ്റത്തിന് വേണ്ടി, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി, ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ആമേൻ മുന്നോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ജീവിക്കുവാൻ കൊതിക്കുന്നവരെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യണമെന്ന് അന്വേഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ സന്തോഷവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. വാട്സപ്പിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതെ, നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ കൈകോർക്കാം. ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതെ, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് നിങ്ങൾക്ക് അനുഗ്രഹവും പ്രയോജനവുമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അവരും കർത്താവിനോട് അടുക്കുവാൻ, ദൈവനാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ഇടയായി തീരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. ഒരു ഷെയർ കൊണ്ട് ഒരുപക്ഷെ ഒരു കുടുംബം കർത്താവിനെ അറിയുവാനിടയാകും. ദൈവം ആമേൻ വേലയിൽ കൂട്ടുവേലക്കാരായി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും വേലക്കാരൻ കൂലിക്ക് യോഗ്യന ആമേൻ നമ്മളെ ദൈവം അവിടുത്തെ ധനത്തിനൊത്തവണ്ണം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് കൈ ഓർക്കാം. യൂട്യൂബിൽ ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുവാൻ കഴിയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകാം. എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നെറ്റിലൂടെയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമീൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന എത്രയോ സംഭവങ്ങളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ആമേൻ അവർ പഠിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ ആമേൻ അവര് അത് കാണുന്നത് ആമേൻ ദൈവവചനവും ദൈവിക പാട്ടുകളൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇടയിൽ കയറി വരുമ്പോൾ അവരൊരുപക്ഷെ അത് കാണുവാൻ തയ്യാറായാൽ കർത്താവിനെ കൂടുതലായി അറിയുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൂടപ്പിറപ്പിനോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പറയാൻ മടിക്കരുത്. ആമേൻ. വഷളത്വം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീഡിയയിൽ, നമ്മുടെ മാധ്യമത്തിൽ, യൂട്യൂബിൽ നമ്മുടെ മെസ്സേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമാകും, വിടുതലാകും, ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമാകും. അതുകൊണ്ട് മറക്കരുതേ. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ആമേൻ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.